പാതിരാത്രിയിൽ ആനക്കരികിൽ കിടന്നുറങ്ങുന്ന ഉടമയെ കണ്ടില്ലേ? ആനയുടമയ്ക്ക് കിടന്നുറങ്ങാൻ വീടില്ലാഞ്ഞിട്ടല്ല അന്ന് മലപ്പുറം സ്വദേശിയായ ഷിമിൽ തന്റെ ആനയായ കാവേരിക്കരികിൽ കിടന്നുറങ്ങിയത്. പതിവിന് വിപരീതമായി ഷിമിൽ തന്റെ ആനയായ കാവേരിക്കരികിൽ കിടന്നുറങ്ങിയതിന്റെ പിന്നിൽ വാശിയുടെ ഒരു കഥയുണ്ട്. പൊതുവെ മരുന്ന് കഴിക്കാൻ ഒരൽപ്പം മടിയുള്ള ആനയാണ് കാവേരി. പക്ഷെ മരുന്ന് നൽകുന്നത് തന്റെ ഉടമയായ ഷിമിലാണെങ്കിൽ അത് കഴിക്കാതിരിക്കാനും അവൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉടമയ്ക്ക് മുൻപിൽ മരുന്ന് കഴിക്കുന്നതായി ഭാവിച്ച് മരുന്നടങ്ങിയ പൈനാപ്പിൾ തന്റെ വായിൽ അവൾ സൂക്ഷിച്ചു വയ്ക്കും. ഷിമിൽ കാവേരിക്കരികിൽ നിന്നും മാറുന്ന നിമിഷം അവളത് തുപ്പിക്കളയും. ഇതായിരുന്നു കാവേരിയുടെ പതിവ്. കാവേരിയുടെ ഈ സ്വഭാവം നന്നായി അറിയാവുന്ന ഷിമിലാകട്ടെ അന്ന് അവൾക്കരികിൽ നിന്നും മാറാൻ തയ്യാറായില്ല. മരുന്ന് നൽകി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അത് ഇറക്കാതെ വായിൽ വച്ചിരുന്ന കാവേരി കണ്ടപ്പോൾ അതവൾ കഴിക്കുന്നതുവരെ താൻ അവളുടെ അടുത്തുനിന്നും മാറില്ല എന്ന വാശിയിൽ അദ്ദേഹം പായ വിരിച്ച് ആനയുടെ അടുത്ത് കിടന്നുറങ്ങി. പക്ഷേ പിറ്റേ ദിവസം ആനപ്പാപ്പാൻ വന്ന് ഷിമിലിനെ വിളിച്ചുണർത്തിയപ്പോഴാണ് കാവേരി മരുന്ന് കഴിക്കാതെ അപ്പോഴും വായിൽ വച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടത്. വാശി കൊണ്ട് കാവേരിയുടെ അടുത്തൊന്നും സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സ്നേഹത്തോടെ അത് കഴിക്കടി മോളെ എന്ന് അദ്ദേഹം പറഞ്ഞു തീരും മുമ്പേ അവൾ അത് കഴിച്ചു. ഇത് മേൽമുറിയിലെ ഷിമിൽ എന്ന മൃഗസ്നേഹിയുടെയും കാവേരി എന്ന ആന ഉണ്ണിയാർച്ചയുടെയും കഥയാണ്.